മെൻ ഓൾസോ ഗോട്ട് ദ ഫിയർ അല്ലെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ജീവിക്കാം. ഇപ്പം കേരളത്തിൽ റീസെൻ്റായിട്ട് നടന്നൊരു ഇൻസിഡൻ്റാണ്. ഷിംജിത എന്ന് പറയുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്റർ റീച്ചിനോ കണ്ടൻറ്റോ അല്ലെങ്കിൽ വ്യൂസിനോ വേണ്ടിയിട്ട് ദീപക് എന്ന ഒരാൾക്കെതിരെ ഒരു ഫോൾസ് അലിഗേഷൻ കൊണ്ടുവരാണ് ഒരു ബസ്സിലൊരു വീഡിയോ. ഇതിൻ്റെ ഭാഗമായിട്ട് അയാൾ സൂയിസൈഡ് ചെയ്യും. അയാളുടെ ഫാമിലിക്കും അയാൾക്കും തന്നെ വലിയൊരു ലോസിനാണ് സംഭവിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കാര്യത്തിൽ അഫ്കോഴ്സ് ഇവിടെ ജസ്റ്റിസ് കൊടുക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ വേറൊരു സൈഡാണ്. എല്ലാ സോഷ്യൽ മീഡിയ എല്ലാവരും പറ്റുന്ന പോലെ റിയാക്ട് ചെയ്ത് ഇതിനെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത ആൾക്കാരുണ്ട്, മോശമായിട്ട് റിയാക്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഇരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ചത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. സോ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. മെൻ ഓൾസോ ഗോട്ട് ദ ഫിയർ അല്ലെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ജീവിക്കാം. അതൊരു സത്യമാണ്. ഈ ഒരു സെയിം സംഭവം ഡിക്കേഡുകളായിട്ട് വർഷങ്ങളായിട്ട് അനുഭവിച്ച് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് വുമൻസ്. അതിന് പ്രായപരിധിയില്ല. ഒരു 15 ആറോ നടന്നൊരു കേസ്, അത് ഞാൻ അവിടെ ഒരു ക്ലിപ്പ് കൊടുക്കാം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മൾ ഓവർ റിയാക്റ്റ് അല്ല ചെയ്യേണ്ടത്, നമ്മൾ റിയാക്ട് ചെയ്യണം, അതിന് ലീഗലി പോകണമൊക്കെ ചെയ്യണം. പക്ഷേങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെൻ വേഴ്സസ് വുമൺ എന്ന ക്രൈറ്റീരിയയിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള ഒരു ചെറിയൊരു സംഭവം ഈ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ പുരുഷന്മാരോട് പറയാനുള്ളത്.